ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സം ഹിസ്റ്ററിക്കാരുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 5ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ പെയ്ഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ നോട്ട്സ് മലയാളത്തിലാണ്, അസൈൻമെൻറ്റ്സ് ഇംഗ്ലീഷിലുമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ നമ്മൾ 5ാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റിൻ്റെ പേര് കാസ്റ്റ് ആൻഡ് മാട്രിലിനി എന്നാണ്. എന്ന് പറഞ്ഞാൽ ജാതിയും മാതൃദായ ക്രമവും, അല്ലെങ്കിൽ നമ്മുടെ മരുമക്കത്തായ സമ്പ്രദായത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് അതിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ ഏരിയകൾ മാത്രമാണ് ഒരു ക്ലാസ് എന്ന രൂപത്തിൽ പറയുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ആദ്യം വരുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെയും കാർഷിക വികസനത്തിൻ്റെയും പങ്ക് ഈ 8ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വളർച്ചയെ അത് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൽ പറയുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. 8ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ പ്രധാനമായിട്ടും 2 സാമൂഹിക ഘടകങ്ങളാണ് ജാതി വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഘടകങ്ങളായിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായ ഒന്ന് എന്താണ്? ബ്രാഹ്മണ മേധാവിത്വമാണ്. ബ്രാഹ്മണരുടെ മേധാവിത്വം. കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണരുടെ സ്ഥാനം ഉയർന്ന അതായത് അവർക്കാണ് ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നത്. 8-9 നൂറ്റാണ്ടുകളിലാണ് അത് ഏറ്റവും ഉയർന്ന പദവിയിൽ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാരെത്തി വരുന്നത് കേട്ടോ. അതിനുശേഷം അവർ ആരാധനാ രീതികളിൽ എന്ത് ചെയ്തു? അതുവരെ അതിലാണ് ഇടപെട്ടിരുന്നത്. അതിൽ മാത്രമല്ല അവർ എന്നുകൂടി ചെയ്തു, ഭൂമിയും ആസ്ഥാന അധികാരവുമുള്ള ഒരു വിഭാഗമായിട്ട് വളർന്നു. അതായത് 8-9 നൂറ്റാണ്ടുകൾ വരെ അവർ സമൂഹത്തിൽ പദവിയുണ്ട്. എങ്ങനെ? അവർ ആചാരപരമായിട്ടുള്ള ആരാധനാപരമായിട്ടുള്ള ജോലികൾ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർ കാണുന്നത് കൊണ്ട് ആളുകൾ അവരെ അംഗീകരിച്ചിരുന്നു. പക്ഷേ 8-9 നൂറ്റാണ്ടിന് ശേഷം ഈ നമ്പൂതിരി വിഭാഗത്തിന് എന്ത് ചെയ്തു? അവർക്ക് ഭരണപരമായിട്ടുള്ള അധികാരങ്ങൾ ലഭിച്ചു. ഭൂമിയുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശവും അവർക്ക് കണ്ടമാന ഭൂമിയുടെ ഉടമസ്ഥാവകാശവും അവർക്ക് ലഭിച്ചു. അപ്പോൾ എന്തായി? നമ്പൂതിരിമാർ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിലൂടെ ജാതി വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറി. അങ്ങനെ അധികാരവും അവർ തന്നെ കയ്യിലാക്കി. അങ്ങനെ ഏറ്റവും കൂടുതൽ നമ്പൂതിരിമാർ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള കുറേ നമ്പൂതിരിമാർ സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ അവർക്ക് താഴെയാണ് ആര് വരുന്നത്? ജാതി ശ്രേണിയിൽ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രരൊക്കെ വരുന്നത്. അങ്ങനെയുള്ളൊരു ജാതി ശ്രേണിക്കത് ഇടവരുത്തി. അവർക്കും താഴെ ഉണ്ട് വിഭാഗങ്ങൾ, തൊട്ടുകൂടാത്ത വിഭാഗങ്ങളായിട്ടും അല്ലാത്തവരൊക്കെയാണ് തച്ചന്, വണ്ണാന്, പുലയൻ തുടങ്ങിയിട്ടുള്ള അനേകം തൊഴിലധിഷ്ഠിത വിഭാഗങ്ങൾ, ജാതികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ സാമൂഹിക ഘടകം എന്ന് പറയുന്നത് എന്താണ്? 1ാമത്തെ പറഞ്ഞല്ലോ ബ്രാഹ്മണ മേധാവിത്വം. 2ാമത്തെ സാമൂഹിക ഘടകം എന്ന് പറയുന്നത് കാർഷിക വികസനമാണ്. കാർഷിക ഉൽപ്പാദനത്തിലെ വളർച്ച ജാതി വിഭജനം ശക്തമാക്കുന്നതിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ വഴിവെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതെങ്ങനെയാണ്? ജാതി വ്യവസ്ഥ പ്രകാരം നമ്പൂതിരിമാർ പ്രധാന സ്ഥാനികളായിട്ട് മാറി. അതായത് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ആളുകളായിട്ട് മാറി. ഇപ്പോൾ ഭൂമിയെല്ലാം കിടക്കുന്നത് ആരുടെ കൈകളിലാണ്? നമ്പൂതിരി ബ്രാഹ്മണരുടെ കൈകളിലാണ്. അവരെന്ത് ചെയ്തു? കൃഷിഭൂമിക്ക്, കർഷകർക്ക് ഭൂമി സ്വന്തമില്ലാത്ത കുറേ കർഷകരുണ്ട്, അവർക്ക് ഭൂമി പാട്ടത്തിന് കൊടുത്തു. അങ്ങനെ കാർഷിക ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കി തൊഴിലുകളും ജോലി വിഭാഗങ്ങളും വ്യക്തമായ ജാതി വിഭജനവും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഫലശേഷിയായ തൊഴിൽ ജാതികൾ കർശനമായ സാമൂഹിക നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. അതായത് ഈ കർഷകരക്കാരുടെ നിയന്ത്രണത്തിന് കീഴിലായി, നമ്പൂതിരി ബ്രാഹ്മണരുടെ നിയന്ത്രണത്തിന് കീഴിലായി. പിന്നീട് ക്ഷേത്രങ്ങൾ സമൂഹത്തിൽ അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറി. അപ്പോൾ എന്തായി? ക്ഷേത്രാന്തർഗത ജാതി വിഭാഗങ്ങളും കൂടുതൽ രൂപപ്പെടുകയും ഉറപ്പാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ജാതി അടിസ്ഥാനത്തിലുള്ള അഴിമതികളും ഒറ്റപ്പെടുകലുകളും കൂടുതൽ ദൃഢമാവുകയും ചെയ്തു. കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഈ ജാതി വ്യവസ്ഥയെ ഭരണപരമായിട്ട് ഉപയോഗിച്ചു. പിന്നീട് അവരെന്ത് ചെയ്തു? അതിന് പുനരാഖ്യാനം നടത്തിക്കൊണ്ട് അതിനെ പൊളിച്ചെഴുതുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും എന്തുണ്ട്? കേരളത്തിൽ ജാതി വ്യവസ്ഥ ബ്രിട്ടീഷുകാരങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ജാതി വ്യവസ്ഥ ഇപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കേരളത്തിലെ നായർ വിഭാഗങ്ങൾക്കിടയിലെ മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. അവകാശങ്ങളും പാരമ്പര്യങ്ങളും അമ്മയുടെ വംശം വഴി തുടർന്നു പോകുന്ന രീതിക്കാണ് എന്ത് പറയുക? മാതൃദായ ക്രമം അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടായതാണ് മരുമക്കത്തായ സമ്പ്രദായം. കുടുംബത്തിൻ്റെ തലവന്മാർ സ്ത്രീകളായിരിക്കും. എവിടെ? മാതൃദായ ക്രമത്തിൽ. സ്ത്രീയുടെ അതുപോലെ കനിയാൻ അല്ലെങ്കിൽ കാരണവർ എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ സഹോദരനാണ്
അതിനടുത്ത സ്ഥാനമായിട്ട് ഉണ്ടാവുക. തറവാട് എന്ന വലിയ കുടുംബത്തിൽ ഒരു വീടിനകത്ത് നിന്ന് നിയന്ത്രിച്ചിരുന്ന ഒരു സാമൂഹിക ഘടനയെയാണത് സൂചിപ്പിക്കുന്നത്. ഈ മരുമക്കത്തായ സമ്പ്രദായത്തിലെ സ്ത്രീകൾക്ക് വാസ്തു അവകാശം, അതായത് ഭൂമിയുടെ അവകാശം ഉണ്ടായിരുന്നു, സാമൂഹിക നിലയും ലഭിച്ചിരുന്നു. വിവാഹം പൂർണ്ണമായിട്ടും കുടുംബ ബന്ധങ്ങൾ മാറ്റിയിരുന്നില്ല. കാരണം കുട്ടികൾ മാതാവിൻ്റെ വീട്ടിലാണ് വളർന്നത്. ഇതിലൂടെ നായർ സ്ത്രീകൾക്ക് ചില ഘട്ടങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യവും സുരക്ഷയൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബം കൂട്ടായ ഉടമസ്ഥതയിലായതുകൊണ്ട് തന്നെ വ്യക്തിഗത ഉടമസ്ഥാവകാശം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലൂടെ പരസ്പര ആശ്രിതത്വം ഉയർന്നു. പക്ഷേ വ്യക്തിഗത ഉത്സാഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ കുറയുകയും ചെയ്തു. സംബന്ധം എന്ന ലഘുവിവാഹ രീതി പ്രചാരത്തിലുണ്ടായിരുന്നതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് പ്രത്യേകമായൊരു ഘടന ഉണ്ടായിരുന്നു. പിതാവിന് കുട്ടിയുടെ വളർച്ചയിൽ നേരിട്ട് പങ്കില്ലാത്തത് കൊണ്ട് തന്നെ കുറേ വിഷമതകളും അതിൻ്റെ പിന്നിൽ, അതായത് കുറേ പ്രയാസങ്ങളും അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായത്തിന് കീഴിൽ തറവാട് അധിഷ്ഠിത സമ്പത്ത് വിവേചനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, തറവാടുകളുടെ അതിരുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പല തർക്കങ്ങളും അതിൻ്റെ പേരിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണവ സ്ഥാനത്തിലുള്ള പുരുഷന്മാർക്ക് അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ വ്യക്തിഗത പ്രാഗൽഭ്യ സാധ്യതയും അക്കാലഘട്ടത്തിൽ കുറവായിരുന്നു. പലപ്പോഴും കുടുംബത്തിലെ സ്ത്രീകളായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നിയമപരിഷ്കാരങ്ങൾ വന്നതോടുകൂടിയിട്ട് മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ഘടന തകരാൻ തുടങ്ങി. വ്യക്തിഗത സമ്പദ് വ്യവസ്ഥ അവർ സൃഷ്ടിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നിയമവ്യവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. അതോടുകൂടി കൂട്ടായ തറവാട് സ്വത്ത് എന്നുള്ള രീതിക്ക് മാറ്റം വന്നു. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ള മണ്ണാപ്പേടി പുലപ്പേടി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ മണ്ണാപ്പേടി പുലപ്പേടി എന്ന് പറഞ്ഞാൽ? മണ്ണാപ്പേടി എന്ന് പറഞ്ഞാൽ മണ്ണ് തട്ടി ചവിട്ടിയാൽ പോലും താഴ്ന്ന ജാതിക്കാർ മണ്ണ് തൊട്ടാൽ പോലും അശുദ്ധമാകുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവരെയാണ് ആ ഒരു വിശ്വാസ രീതിക്കാണ് മണ്ണാപ്പേടി എന്ന് പറയുക. അപ്പോൾ അവർ നടന്നു പോയ മണ്ണ്, താഴ്ന്ന ജാതിക്കാർ നടന്നു പോയ മണ്ണ് അശുദ്ധമാകുമെന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അവർക്ക് പൊതുനിരത്തുകളിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇനി പുലപ്പേടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ശബ്ദം, താഴ്ന്ന ജാതിക്കാരുടെ ശബ്ദം കേൾക്കുന്നത് പോലും എന്താണ്, അശുദ്ധിയായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടായി, അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാർക്ക് സാമൂഹിക ഇടപെടലുകൾ ഇല്ലാതായി. അതുപോലെ തന്നെ അടിമത്ത വ്യവസ്ഥയും കഠിന തൊഴിലും മാത്രമായിരുന്നു അവരുടെ പ്രധാന ജീവിതം. അതുപോലെ താഴ്ന്ന ജാതിക്കാർ മലിനരായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആത്മബോധം പോലും തകർന്നു പോയി. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ പ്രത്യാഘാതങ്ങൾക്കാർക്കാണ്, താഴ്ന്ന ജാതിക്കാർക്ക് മാത്രമുള്ള കുറേ പ്രത്യാഘാതങ്ങൾക്കത് ഇടവരുത്തിയിട്ടുണ്ട്. അതാണ് ഈ മണ്ണാപ്പേടി പുലപ്പേടി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് കേട്ടോ. അപ്പോൾ താഴ്ന്ന ജാതിക്കാർ മണ്ണ് സ്പർശിച്ചാൽ പോലും അശുദ്ധമാകുമെന്നുള്ള വിശ്വാസമാണ് മണ്ണാപ്പേടി. താഴ്ന്ന ജാതിക്കാരുടെ ശബ്ദം കേൾക്കുന്നത് പോലും മലിനമാണ് എന്നുള്ള വിശ്വാസമാണ് പുലപ്പേടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ വരുന്നത് മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ഉത്ഭവം സംബന്ധിച്ചുള്ള ചരിത്രകാരന്മാർ വാദിക്കുന്ന സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ഉത്ഭവം സംബന്ധിച്ച് പല സിദ്ധാന്തങ്ങളാണ് ചരിത്രകാരന്മാർക്കിടയിൽ. അതിലൊന്നാണ് ആന്ത്രോപോളജിക്കൽ സിദ്ധാന്തം എന്ന് പറയുന്നത്. പുരാതന കാലത്ത് പ്രാഥമിക മനുഷ്യൻ സമൂഹങ്ങളിൽ സന്തതി പരമ്പര ഉറപ്പാക്കാൻ എന്ത് ചെയ്തിരുന്നു, പ്രമാണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുടുംബം മാതാവിൻ്റെ വംശപരമ്പരയെ അടിസ്ഥാനമാക്കി നിലനിന്നു എന്നുള്ള ഒരു ചിന്താധാരയാണ്, ഒരു വിശ്വാസമാണ് ആന്ത്രോപോളജിക്കൽ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി മരുമക്കത്തായ സമ്പ്രദായത്തെ സംബന്ധിക്കുന്ന മറ്റൊരു സിദ്ധാന്തമാണ് സേനാ സമ്പർക്ക സിദ്ധാന്തം. പലപ്പോഴും യുദ്ധങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് പുരുഷന്മാരെപ്പോഴും പുറത്ത് ഏറ്റുമുട്ടലിനും സംഘർഷത്തിനും യുദ്ധത്തിനു വേണ്ടി പോകുമ്പോൾ കുടുംബകാര്യങ്ങൾ സ്ത്രീകൾ നിയന്ത്രിക്കുകയും അതിലൂടെ ഇത് നിലവിൽ വരികയും ചെയ്തു. മരുമക്കത്തായ സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തു എന്നുള്ള സിദ്ധാന്തമാണ് സേനാ സമ്പർക്ക സിദ്ധാന്തം. മൂന്നാമത്തത് സാമ്പത്തിക സിദ്ധാന്തം. സാമൂഹിക സമ്പത്ത്, പ്രത്യേകിച്ച് ഭൂമി കൂട്ടായ ഉടമസ്ഥതയിൽ നിലനിർത്തുന്നതിൻ്റെ പ്രായോഗികമായിട്ട് മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായി എന്നുള്ള വിശ്വാസമാണ് സാമ്പത്തിക സിദ്ധാന്തം. പിന്നെ ദ്രാവിഡ സമുദായത്തിലെ സ്ത്രീകളുടെ ഉയർന്ന സ്ഥാനം. ദ്രാവിഡ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം നൽകിയ ഒരു ചരിത്രമുണ്ട്. ഈ സാമൂഹിക ഘടനയിൽ നിന്നാണ് മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായത് എന്ന വിശ്വാസമാണ് ദ്രാവിഡ സമുദായത്തിലെ സ്ത്രീകളുടെ ഉയർന്ന സ്ഥാനം സംബന്ധിച്ച സിദ്ധാന്തം. എത്ര സിദ്ധാന്തങ്ങളുണ്ട്? 4 സിദ്ധാന്തങ്ങൾ. 1 ആന്ത്രോപോളജിക്കൽ സിദ്ധാന്തം, 2 സേനാ സമ്പർക്ക സിദ്ധാന്തം, 3 സാമ്പത്തിക സിദ്ധാന്തം, 4 ദ്രാവിഡ സമുദായത്തിലെ സ്ത്രീകളുടെ ഉയർന്ന സ്ഥാനം സംബന്ധിച്ച സിദ്ധാന്തം. ഇത്രയാണ് നമുക്കിതിന്ന് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മണ്ണാപ്പേടി പുലപ്പേടി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്കിനും 5 മാർക്കിനും ചോദിച്ച് കാണാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എഴുതാനൊന്ന് പരിശീലിക്കുക. ഓക്കെ, താങ്ക്സ്.